വിമാനം പറപ്പിക്കൽ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മിടുക്കിയുണ്ട് ഇടുക്കിയിൽ. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ എൻട്രൻസ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്കാണ് പുളിക്കത്തോട്ടി സ്വദേശി നിസിമോൾക്ക് ലഭിച്ചത്. ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരാൾക്ക് പൈലറ്റാകാൻ അവസരം ലഭിക്കുന്നത്. ഇരുപത്തിയൊന്നുകാരി നിസിമോൾക്ക് ചെറുപ്രായം മുതൽ സ്വപ്നങ്ങൾ വാനോളമാണ്. സ്കൂൾ പഠനകാലം മുതൽ ഇടുക്കിയുടെ മലനിരകളിൽ കയറി ആകാശക്കാഴ്ചകൾ മതിയാവോളം നോക്കി നിൽക്കുമായിരുന്നു. ഒരിക്കൽ മാനം തൊട്ട് സഞ്ചരിക്കുന്ന വിമാനം പറത്തണമെന്ന മോഹത്തോടെ. വൈമാനിക ആകണമെന്ന മോഹത്തിനരികിലാണ് ഇന്ന് നിസിമോൾ. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയുടെ എൻട്രൻസ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്കാണ് നിസിമോൾക്ക് ലഭിച്ചത്. ചെറുപ്പം മുതലുള്ള താല്പര്യമാണ്. അങ്ങനെ 12th കഴിഞ്ഞിട്ട് ബിടെക് NIT പഠിക്കാൻ പോകുന്നതും പിന്നീട് അവിടെ വെച്ചാണ് അറിഞ്ഞത് ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ എക്സാം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങനെ എക്സാം കൊടുത്തു. പിന്നെ ഇൻ്റർവ്യൂ ലിസ്റ്റിലുണ്ടായിരുന്നു. മെഡിക്കലും പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ K രാധാകൃഷ്ണൻ സാർ സ്റ്റാർട്ട് ചെയ്തൊരു വിങ്സ് എന്ന് പറയുന്നൊരു സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. അത് കിട്ടി. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഗവൺമെൻറ് എല്ലാം അടച്ചു. ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ മാത്രം മതി. ഫ്ലൈയിങ് ഫീ, പൈലറ്റ് കിറ്റ്, കമ്മിറ്റ്മെന്റ് ഫീ തുടങ്ങി ആകെ 10 ഇനങ്ങളിലായി 35,20,000 രൂപ ഘടുക്കളായി വകുപ്പ് നൽകും. ഇതിൽ 12,20,000 രൂപ ഇതിനകം ഇടുക്കി ITDP പ്രൊജക്ട് ഓഫീസ് മുഖേന അനുവദിച്ചു കഴിഞ്ഞു. പ്രിയ മകളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സർവ്വ പിന്തുണയും നൽകി കുടുംബവും ഒപ്പമുണ്ട്. അവൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. പറയുമായിരുന്നു സ്കൂളിലൊക്കെ ചോദിക്കുമ്പം എന്താണ് ആഗ്രഹം, വലുതാകുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പൈലറ്റ് ആവണം എന്ന് പറയും. പക്ഷേ നമ്മുടെ സാമ്പത്തിക സാഹചര്യം നമുക്ക് വളരെ മോശമായതുകൊണ്ട് വളർന്നു വന്നപ്പോൾ അവളുടെ മനസ്സിലെ ആഗ്രഹമൊക്കെ അങ്ങ് മാറ്റിവെച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ദൈവാനുഗ്രഹം, 2 അവളുടെ കഷ്ടപ്പാട്. അവൾ നന്നായിട്ട് കഷ്ടപ്പെടും. നമ്മളൊരു കോച്ചിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കും ഇന്നുവരെ നമ്മൾ വിട്ടിട്ടില്ല. അതിനുള്ള സാമ്പത്തികം ഇല്ല നമുക്ക്. ഇപ്പോഴത്തെ നമ്മുടെ SC/ST വകുപ്പ് മന്ത്രി OR കേളു സാറ് ഇതറിഞ്ഞപ്പോൾ തന്നെ വിളിക്കുകയും നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അവൾ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൈലറ്റ് കോഴ്സിന് അർഹത നേടിയതിനെ തുടർന്ന് NIT പഠനം ഉപേക്ഷിച്ചു. ഡ്രോൺ ഫ്ലയേഴ്സ് സംഘങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ സജീവമാണ് ഈ മിടുക്കി. നിസിമോൾ സ്വപ്നങ്ങളിൽ ചിറകടിച്ചുയരുമ്പോൾ അത് ഇടുക്കിയുടെ കൂടി ചരിത്രമാകും. പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന്റെ കഥ കൂടിയാകും ആ ചിറകടി. ന്യൂസ് മലയാളം, ഇടുക്കി.